അനങ്ങിപ്പോകരുത്. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ഇത് ക്ലോസ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോകണം. ഓക്കേ? ബട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നം വരാൻ പോകുന്നു. ബട്ടു നിന്നെ കൊണ്ട് തോറ്റു. നിനക്ക് എവിടെ നോക്കിയാലും പ്രശ്നമുണ്ടെന്നേ തോന്നു. പറയൂ, ഇവിടെ എന്താണ് പ്രശ്നം ബട്ടു? പറയാൻ വേഗം. അപകടം ഇവിടെയാണ് ഉള്ളത്. അപകടം ഇവിടെയാണ് നിൽക്കുന്നത്. Allow me to introduce myself. I'm Sher Singh. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. അപ്പൊ ആദ്യത്തെ പേര് എന്താ ബോസ്? വായടക്കടാ, വായടക്ക്. സിംഹം സംസാരിക്കുമ്പോ നിന്നെ പോലെ എലികൾ സംസാരിക്കാൻ പാടില്ല. കൈപ്പൊക്കെ പിടിക്കാനല്ല പറഞ്ഞത്. എന്താ ഷേർ സിംഗ് ഇത്? നിനക്ക് ഈ ചെറിയ പണി പോലും നേരെ ചെയ്യാൻ അറിയില്ലേ? ഇതിനൊക്കെ കണ്ട് കാണിക്കാവോ? എന്താ ഇത്? ദോ കൈ പൊക്കി. നിങ്ങൾ എല്ലാവരും ഷേർ സിംഗിന്റെ കൂടെ വന്നവരല്ലേ? അപ്പൊ നിങ്ങളെന്താ വെറുതെ നിൽക്കുന്ന? നിങ്ങൾ കൈ പൊക്കേണ്ടതാണ്. വേഗം. ഇത് മതിയോ ബട്ട് ബോസ്? വിട്ടികളെ, കൈ പൊക്കി പിടിക്കാൻ പറഞ്ഞത് അവന്മാരുടെ അടുത്താണ്, നിങ്ങളുടെ അടുത്തല്ല. എന്താ നോക്കുന്നത്? എല്ലാരും കൈ മേലെ പൊക്കി പിടിക്കേ. വേഗം. ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എന്റെ പേര് ഗട്ടു എന്നാണ്. ഇതെന്റെ ഫ്രണ്ട് ബട്ടു. എന്താണ് നോക്കി നിൽക്കുന്നത്? വേഗം പോയി അവന്മാരെ അടിച്ച് ചമ്മന്തിയാക്ക്. ഇനി ഗട്ടുപറ്റുള്ള ശല്യം ഉണ്ടാവാൻ പാടില്ല. ഒരു മിനിറ്റ് ഒന്ന് നിക്കണേ. എന്റെ ക്യാരറ്റ് ഒന്ന് സൂക്ഷിച്ചു പിടിക്കുക. ഞാനിപ്പോ വരാം. ഇത് കണ്ടപ്പോ നിനക്കിപ്പോ മനസ്സിലായില്ലേ? ഈ ബട്ടൺ ആർക്കും ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. എന്റെ ഫ്രണ്ടിനെ താൻ തല്ലിയല്ലേ? കയ്യിലുള്ള ക്യാരറ്റ് വലിച്ചെറിഞ്ഞ് പോയി ഫൈറ്റ് ചെയ്യേ, അല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. എന്റെ ക്യാരറ്റ് ഒരിക്കലും എറിയാൻ പാടില്ലെന്ന് അറിയില്ലേ? അത് അടിപൊളിയായി കേട്ടോ ബോസ്, അടിപൊളിയായി. പറഞ്ഞു പോയി ഫൈറ്റ് ചെയ്യേ. സബാഷ് ബട്ടു, നിങ്ങള് കൊച്ചുകുട്ടിയാണ്, നല്ല കുട്ടിയാണ്. നല്ല കുട്ടികൾ ഇങ്ങനെ തോക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ അതിലുള്ള ബുള്ളറ്റ് എടുത്തിട്ട് മോന് വേറെ തോക്ക് തരാം. മതി മതി, ഫൈറ്റ് ചെയ്തതൊക്കെ മതി. ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിക്കോ. എല്ലാരും പുറം തിരിഞ്ഞു നിൽക്കോ. വേഗം പോയി എടുക്ക. വേഗം വേഗം വേഗം. വേഗം വാ ബട്ടു, അവരെല്ലാം എടുത്തോണ്ട് പോവാന്. പോവരുത്.
ഓ ഓ ഉം. ആ ഉം. ആ ഇൻഡീശ്വരാ. ഗട്ടു പെട്ടെന്ന് വാ. ഇത് നോക്ക്, ഇവിടെ ഷൂവിന്റെ അടയാളം നിനക്ക് കാണുന്നുണ്ടോ? അതേപോലെ അവിടെയും ഷൂസിന്റെ അടയാളം നിനക്ക് കാണാൻ പറ്റും. നോക്ക്, അവന്മാരെ ഈ ജനൽ വഴിയാണ് വന്ന് പോയിരിക്കുന്നത്. വാ, നമുക്ക് പോയി പിടിക്കാം. വാ. ആ? അയ്യാ. ഞാനും കൂടി വരുന്നുണ്ട് ബട്ടു. ബട്ടു, ഞാൻ കേറിയില്ല. വണ്ടി നിർത്ത്. ബട്ടു, നിനക്ക് എന്നെ കാണാൻ കഴിയുന്നില്ലേ? നിർത്ത്. സോറി, നീ വണ്ടി കയറിയെന്ന് ഞാൻ വിചാരിച്ചേ. ഗട്ടു, നീ വണ്ടി കയറി പെട്ടെന്ന് വാ, എന്റെ കൈ പിടിച്ച് കയറ്. ഓ ബട്ടു, മുമ്പോട്ട് നോക്ക്, ട്രക്ക് വരുന്നുണ്ട്. അങ്ങോട്ട് നോക്ക്. ആ, എവിടെ ട്രക്ക്? ഞാനൊരു ട്രക്കിനെ കാണുന്നില്ലല്ലോ. എവിടെയാന്ന്? ദേ അവിടെ മുമ്പോട്ട് നോക്ക്. ഞാനല്ലേ പറയുന്നത്. ദേ അങ്ങോട്ട് നോക്ക്, ട്രക്ക് വരുന്നുണ്ട്. ആ, അയ്യോ. ഞാൻ കേറി. ഇവന്മാർ ഇവിടെ എത്തിയ നമുക്ക് ഷോർട്ട് കട്ടിൽ കൂടി പോവാം. ബട്ടു, നീ ഇങ്ങോട്ട് മാറ്, ഞാൻ ഡ്രൈവ് ചെയ്യാം. ഗട്ടു ബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് ഒന്നുമല്ല. ഗട്ടു, നീ എന്തായി ചെയ്തേ? അയ്യോ. ഒന്ന് വേഗം വണ്ടി എടുക്കണ. വേഗെടുക്ക. ഇൻഡീശ്വരാ. ബട്ടു, അനങ്ങിപ്പോകരുത്. ഞാൻ പറയുന്നു, അനങ്ങിപ്പോകരുത്. അവിടെ നിൽക്കേ, അനങ്ങിപ്പോകരുത്. ഞാനും വരുന്നു ബട്ടു. ചായ കൊണ്ടുവരൂ. സാറേ, ഞാൻ ദേ വന്നു സാറേ. ചായയും കൊണ്ടുവരാൻ സാറേ. ചായ തരൂ. വളരെ നന്ദി. എന്റെ അമ്മ.
ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്റെ ക്രിയേഷൻ. സോറി പ്രൊഫസർ, സോറി. പക്ഷേ ഈ ജംഗിളിൽ നിങ്ങൾ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്നെ ഒരു ക്രിയേഷൻ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. എനിക്കൊരു ഏകാന്തമായ സ്ഥലം വേണമായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇതുപോലെ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. പക്ഷെ നിങ്ങൾ എന്നെ ഇവിടെയും വന്ന് ശല്യം ചെയ്യുന്നല്ലോ. സോറി ഉണ്ട് പ്രൊഫസറെ, ഞങ്ങള് ഷേർ സിംഗിന്റെ പുറകെ വന്നതാണ്. അങ്ങേര് മ്യൂസിയം കൊള്ളയടിച്ച് കടന്നു കളഞ്ഞെന്നേ. ഇനി ആരെങ്കിലും വീഴാനുണ്ടോ? സാറേ, എന്റെ അമ്മ. സാറേ, നിങ്ങൾ വീഴുമ്പോ എന്റെ മേത്തോട്ട് തന്നെ വീഴണോ? എന്റെ സാറേ, സാറിന് ചായ കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല സാറേ ഞാൻ വന്നത്. സാറിന്റെ ചായ ഇന്നാ സാറേ, കുടിക്ക് സാറേ. ഈ കാടിനുള്ളിൽ ഷേർ സിംഗിനെ അന്വേഷിക്കുന്നത് റിസ്ക് ആണ്. കാരണം ഇരുട്ടാൻ പോവുകയാണ്. അവനും എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരും ഇപ്പൊ പോയി അന്വേഷിക്കണ്ട. നാളെ പുലരുവോളം നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയെങ്കിൽ ശരി, നാളെ രാവിലെ വരെ നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ചമ്മക് സിംഗ്, ചായ റെഡിയാക്കൂ. റെഡിയാക്കാം സാറേ. എന്നെ പുറത്തേക്ക് കൊണ്ടുവരൂ. ഈ സോഫ എന്നെ വല്ലാതെ ഇട്ട് മുറുക്കുന്നു. ഞാൻ ദാ വന്നു എന്നെ സാറേ. വേഗം രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, വേഗം രക്ഷിക്കൂ. എന്നെ കൊണ്ട് പറ്റുന്നില്ലേ? എന്റെ സാറിനെ ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. സാറേ, രക്ഷപ്പെട്ടു. മൺമാണി എഴുന്നേക്കുന്നതിന് മുൻപ് നിങ്ങൾ രണ്ടുപേരും വേഗം വരൂ. ക്ലോസ് ദ ഡോർ. സാറേ. വരൂ മക്കളെ, വരൂ. ഓക്കേ. അതെ, അവിടെ നിൽക്കേ, പോവരുത്. അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഞാനും വരുന്നു. സ്റ്റോപ്പ്. ഞാൻ പറയുന്നു, അനങ്ങിപ്പോകരുത്. എന്നെയും നിങ്ങൾ വിളിച്ചോണ്ട് പോകൂ. നിൽക്കൂ, അവിടെ നിൽക്കൂ, അവിടെ നിൽക്കാൻ. നിയമത്തിന്റെ കൈകളുടെ നീളം കൂടുതലാണ്. നിൽക്കാനാ പറഞ്ഞത്. ഇത് കൊള്ളാമല്ലോ. നദിയിലേക്ക് നോക്കിയേ. ആ നദിയിൽ ഒരു ബോട്ട് നിൽക്കുന്ന കണ്ട. നമുക്ക് അവിടേക്കാ പോണ്ടത്. പെട്ടെന്ന് ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് മാറ്റ്. ഗട്ടു, ഒന്ന് നിക്ക്. ബട്ടുയുടെ സിക്സ്ത് സെൻസിൽ ഒരു അറിവ് വന്നു. അവര് പോയത് ഇവിടെയല്ല, നദീന്റെ അപ്പുറത്താണ്. അപ്പുറത്ത്. ഞാൻ പറയുന്ന സത്യമാണ്. ഇവിടെ ഒരു ഫുട് പ്രിന്റ്സും ഇല്ല. അവര് നീന്തിയായിരിക്കും പോയിട്ടുണ്ടാവുക. അവര് നദിയിലൂടെ നീന്തി അപ്പുറത്ത് കൂടെ രക്ഷപ്പെട്ടു പോയി കാണും. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോട്ടിനെ ഇവിടെ അവർ നിർത്തി വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ആലോചിക്കുക കേട്ടു. യെസ്, ദേ കണ്ടില്ലേ അവരുടെ കാൽപ്പാടുകൾ. വാവ് ബട്ടു, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നു.
എടാ പിള്ളേരെ, ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതിന് ശേഷം നമ്മൾ മോഷ്ടിക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഈ സ്ഥലം ഗട്ടു ബട്ടൂണ് മാത്രമല്ല, വേറെ ആർക്കും കണ്ടെത്താൻ കഴിയില്ല. സാറേ സാറേ ഇതെന്താ നിർത്താതെ പോയിക്കൊണ്ടിരിക്കുന്നെ? ആ ഗട്ടു ബട്ടു ആയാലും ഇൻസ്പെക്ടർ മൻമാനി സാർ ആയാലും നമ്മളെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. ക്യാച്ച് പിടിക്ക്, ക്യാച്ച് പിടിക്ക്. താങ്ക് യു വെരി മച്ച്. വളരെ താങ്ക് യു ഉണ്ട്, താങ്ക് യു. എടാ, എന്തിനാണ് അവന്മാരെ കാച്ചു പിടിച്ച് താഴെ വിടാമായിരുന്നല്ലോ. ഒരു ചെകുത്താണ് പോലെ എന്റെ പുറകെ കൂടിയിരിക്കുകയാണ് ഇവര്. എടാ ഗട്ടു ബട്ടു, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാ, ഇവിടെ ഒരുപാട് പൈസയും സ്വർണ്ണമൊക്കെ ഉണ്ട്. അതിന്റെ പകുതി നിങ്ങൾ എടുത്തോ, എന്നിട്ട് ഇവിടുന്ന് പൊക്കോ. നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം, ഓക്കേ? ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആൾക്കാരുടെ കൂടെ കൂടാറില്ല. ഓ, അങ്ങനെയാണെങ്കിൽ പിള്ളേരെ വേഗം അവരെ അടിച്ച് നിറപ്പാക്ക്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. എല്ലാവരും അവിടെ നിൽക്ക. അപ്പൊ ആദ്യത്തെ പേരെന്താ ബോസ്? എടാ മണ്ടന്മാരെ മണ്ടന്മാരെ, ഞങ്ങളെ കൊണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാടാ. അതുകൊണ്ടാണ് ഞാൻ ബോക്സറെ വരാൻ പറഞ്ഞിട്ടുള്ളത്. ബോക്സർ ആരത്? ഏയ് സൂപ്പർ, ആരും എന്റെ അടുത്തേക്ക് വന്നു പോരുത്. അടുത്തേക്ക് വന്നാൽ എനിക്ക് കരാത്തേക്ക് നന്നായിട്ട് അറിയാം. അടിച്ച് ഞാനൊരു ഷേപ്പ് മാറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രദ്ധിക്കണേ. വീടില്ല നിന്നെ ഞാൻ. എന്തുവാ ഇത്? ഇന്ന് രാവിലെ തൊട്ട് ഞാൻ വീണുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞാൻ രാവിലെ ആരെയാണ് കണി കണ്ടത് ദൈവമേ? സാറേ എന്റെ മുഖം തന്നെയാണ് സാറേ കണ്ടത്. സോറി സാറേ, ഇനി ഒരിക്കലും ഞാൻ കാണിക്കത്തില്ല സാറേ. പിന്നിലേക്ക് നോക്കൂ, പിന്നിലേക്ക്. പിന്നിലേക്ക് ഒരിക്കലും നോക്കരുത്. ലൈഫിൽ എപ്പോഴും മുമ്പിലേക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അപ്പോഴേ ജീവിതം നന്നാവൂ, ഓക്കേ? ബോസ്, ഇപ്പൊ നിങ്ങൾ പിന്നിലേക്ക് നോക്കിയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മുന്നിലേക്ക് നോക്കാൻ പറ്റില്ല ബോസ്.
ഹെൽപ്പ് ഹെൽപ്പ് എന്റെ പുറകാരെ തീ വെച്ചു ഹെൽപ്പ് അനങ്ങിപ്പോകരുത്. You are under എടാ, arrest. ബോസേ. എന്റെ നാട് പോയേ. നന്ദി സാറേ. ഒന്ന് എനിക്ക് എന്തോറ് മുടിഞ്ഞ വെയിറ്റാ. എന്റെ എല്ലുകളൊക്കെ പൊടിഞ്ഞിരിക്കുക ഇപ്പോ. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരിപ്പോ കട്ടുപട്ടു എന്നാണ്. കട്ടുപട്ടു.